കുമാർ സാറ് കോട്ടയം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. വളരെ മനോഹരമായ കുഞ്ഞു വാക്കുകളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാബല്യത്തിലാക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രത്തിലൊരു വാർത്ത കണ്ടു. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോയി അല്ലേ? വായിച്ചായിരുന്നു? എന്നിട്ട് എവിടെ ചെന്ന് കയറിയത്? ഫയർഫോഴ്സിൻ്റെ ഓഫീസിൽ അല്ലേ? അപ്പം അമ്മ വഴക്ക് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ മാത്രം നമ്മുടെ കുട്ടികൾ അത്രയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം അധ്യാപകർ വഴക്ക് പറഞ്ഞു എന്ത് ചെയ്യും? അധ്യാപകർ വഴക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് എന്തിനാണ് മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരൊക്കെ നമ്മളെ വഴക്ക് പറയുന്നത്? നല്ലതാവറല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അപ്പം നമുക്ക് തെറ്റുകളൊക്കെ പറ്റും. അപ്പം ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാണ് അധ്യാപകരും മാതാപിതാക്കളും നമ്മളെ വഴക്ക് പറഞ്ഞ് തിരുത്തുന്നതാണത്. മനസ്സിലായോ? മാതാ പിതാ ഗുരു ദൈവം അങ്ങനെയാണ് കേട്ടോ. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും നമ്മൾ ഒരുപോലെ കാണണം. അങ്ങനെ കണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങളുണ്ടാവുള്ളൂ. അധ്യാപകരെ നമ്മൾ ഒത്തിരി സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർ പറയുന്നത് നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടല്ല, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് തെറ്റ് പറ്റുമ്പം എല്ലാ മനുഷ്യരും തെറ്റ് പറ്റും. തെറ്റ് പറ്റാത്തവരാരുമില്ല. അപ്പം അത് തിരുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം നമ്മുടെ കോട്ടയം ജില്ലയിൽ ഈ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ വലിയ ഒരു പ്രവർത്തനമാണ് ജില്ലാ പോലീസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മലയാള മനോരമ പോലുള്ള പ്രമുഖ മാധ്യമം അങ്ങനെ ഇതിൻ്റെ ക്യാമ്പയിനിങ് എടുക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാം എത്തിപ്പെടുകയും നമുക്കത് പൂർണ്ണമായിട്ട് കോട്ടയം ജില്ലയിലെ ഒരു ഡ്രഗ് ഫ്രീ ഡിസ്ട്രിക്റ്റ് ആക്കി നമുക്ക് മാറ്റണം. അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ കഴിയുമോ? എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനൊരു ഫോൺ നമ്പർ പറയാം. ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, വോയിസ് ഇടാം, ടൈപ്പ് ചെയ്യാം. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ഈ ലഹരി എവിടെയെങ്കിലും ഉണ്ട് അതിനെ സംബന്ധിച്ച് മെസ്സേജുകൾ അയക്കാം. ആ ഫോൺ നമ്പറിൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ, വിളിക്കണ്ട. അങ്ങനെ കൊടുത്താൽ നിങ്ങളൊരു ഇൻഫർമേഷൻ കൊടുത്താൽ ഈ ഇൻഫർമേഷൻ ആരാണ് കൊടുക്കുന്നതെന്ന് ഇത് നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോലും അറിയില്ല. അങ്ങനെയാണ് ആ നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാരാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ പറയട്ടെ? 999 മനസ്സിലാർത്താൽ 999 59 666 66. ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു. ക്ലാപ്പ് കൊടുത്തേ. 999 59